വരുന്നോ? നിന്റെ വീട്ടിൽ കൊണ്ടുപോകാം. എന്റെ തന്നെ ചായ കുടിക്കുന്ന കൂടെ എടുക്കുവാണ്. താഴോട്ടൊക്കെ ഈ വെള്ളമാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഈ ഓടയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അത് മേളിലോട്ട് ഇങ്ങനത്തെ പ്രശ്നമില്ല. ആളുടെ പഠിച്ച കൊല്ലം വണ്ടി ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതല്ല അത് മറ്റേ 6 മണിക്കല്ലേ, ഇത് 7. തുറന്നിട്ടുണ്ടോ? അതെ അതെ കേൾക്കും. എൻ്റെ ആര്? അവരോ? ചെക്കിങ് ആണോ? ഫോട്ടോ വീഡിയോ രാവിലെ ക്യാമറ റബ്ബറിന് അധ്വാനിക്കാൻ പോവാം. മാർക്കിടാണ് ഒരു എന്നാണ്ട് റബ്ബറിൻ്റെ പറമ്പിലോട്ട് ഇവിടെ സ്ഥലമുണ്ടല്ലോ. പിടിക്കാനുണ്ടോ? ചുമ്മാ എടുക്കുക. ഇപ്പം പോയാലും വീട്ടുകാരത്തെയാണ് രണ്ടുപേരും കൂടെ വന്നു. ചുമ്മാ പിള്ളേർ വീട്ടിലുണ്ട്. തന്നെ ഇരുന്നുള്ളൂ. അമ്മയുണ്ട്, പിള്ളേർ അമ്മയുണ്ട്. പിള്ളേർ എത്രയാണ് പഠിക്കുന്നത്? 9, 3. നീ 10. നമ്മളല്ല, ഞങ്ങള് അവിടെ താമസം വന്നപ്പോൾ ഞങ്ങളില്ലല്ലോ, ഞാൻ ചെറുപ്പം ഞാനും കാക്കമ്മയും കൂടെ ഇവിടെ ഈ കടയിൽ കൊണ്ട് ഒട്ടുകാലം കൊടുത്തിട്ട് ഈ കടയിൽ കൊണ്ട് ഷീറ്റ് കൊടുത്തിട്ട് ഇവിടെ ഈ കടയിൽ നിന്ന് സാധനം മേടിച്ചോണ്ട് ഞങ്ങള് ഇപ്പൊ പോകുന്ന വഴി ഞാൻ അവിടെ കയറി. ഞാനും കാക്കമ്മയാണ് കടയില്ലല്ലോ, അവരെ ഇറങ്ങിയിട്ടില്ല. ഇപ്പോഴല്ലേ നടപ്പുവഴിയായിരുന്നു. കോൺക്രീറ്റ് ചെയ്തു. ഈ വഴി മണ്ണ് ഉള്ളൂ. മേളി വരെ എന്നാ രാവിലെ മേളി പറമ്പി വരെ എങ്ങനെ ഇതിൽ ചുമ്മാ കാക്കമ്മയെ ഓർക്കുന്നതാണ്. കാക്കമ്മയുടെ നെറ്റ് ഇവിടെ വന്നിട്ടുള്ളിൽ കൂടെ സ്കൂളിൽ പോണെങ്കിൽ മറ്റേ ഈ വഴി ഇങ്ങനെ അങ്ങോട്ടൊക്കെ പോയാൽ മതി. രാമാമ്മയോടെ ഞങ്ങൾ കൂടെ വന്ന് അമ്പലത്തിൽ പോകാനെല്ലാം വന്നിട്ടില്ല. ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴേ ആ വഴി കൂടെ കയറി കറങ്ങിയില്ല വന്നിട്ട് ഇതിലെ കൂടെ വന്നിട്ടുണ്ട്. വായി നോക്കാൻ
ഞാൻ ഈ വഴിയാണ് വിളിച്ചത് അങ്ങോട്ട്. ആ പ്രവീണ സ്കൂളിൽ വന്നിട്ടില്ലോ പഠിച്ചു. ഞാൻ ആ സ്കൂളിൽ പഠിച്ചിട്ടില്ല. ഒന്നുമില്ല. ആ പറമ്പിലോട്ട് ഇന്ന് മാർക്കിടുന്നുണ്ട് റബ്ബറിന്. ആ എല്ലാത്തിലോട്ട്. ആ അല്ലേ? ഓ ഇവിടെ വരെ. എവിടെ? ഇവിടെ കുത്തുകല്ല. ഇതാ വീട്ടിൽ നമുക്ക് അറിയാവുന്ന ബന്ധുക്കാരെ കാണുമ്പോൾ അവിടെ പോയി വെള്ളമൊക്കെ കുടിച്ച് അടുത്ത അമ്മയോട് വർത്താനൊക്കെ പറഞ്ഞാൽ കാക്കമ്മയോട് ഭയങ്കര കൂട്ടം അമ്മ. എന്നിട്ട് ഇവിടെ വരെ നടക്കും അങ്ങോട്ട്. പക്ഷെ എന്നിട്ട് ആരിട്ടിട്ടില്ലല്ലോ. മൺറോഡാണല്ലോ. മുടമ്പറമ്പ്. ഇത് മടങ്കാരുടെ ഈ സ്ഥലം മൊത്തം. ഞാൻ അങ്ങനെ പ്രത്യേകം പറയണം. പ്രത്യേകം പറഞ്ഞൊരു കാര്യം, ഞാൻ 16 വർഷമായി ഇവിടെ വന്നിട്ട് ചേട്ടാനോടെ ഞാൻ ആദ്യമായിട്ടാണ് ആ പറമ്പിൽ പോകുന്നത്. പണ്ടിലെ കൂടെ പോയപ്പോൾ കണ്ട പറമ്പേ ഉള്ളൂ, അല്ലാതെ എനിക്കറിയത്തില്ല പറമ്പ് കണ്ടത്. അവിടെ എല്ലാം ഓലി ഉണ്ടല്ലോ ഇപ്പം താഴെ. അവിടെ ആൾക്കാർ പണ്ട് കുളിച്ചോണ്ട്. നമ്മുടെ ഓടി ഇവിടെ ഒന്നുമല്ല. ഇവിടെയൊക്കെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പോകും. ഇവിടെ വെള്ളം പറ്റത്തില്ല, എപ്പോഴും വെള്ളം. വെള്ളമുണ്ട് ഇവിടെ. ഇവിടെ ഒരിക്കലും പറ്റാത്തൊരു വെള്ളം. ഈ റോഡ് സൈഡിൽ തന്നെ ഓലിയുള്ള അറിയാമോ? പറ്റാത്ത ഓലിയല്ലേ അത് മൂടി. ഇതൊരു കഷ്ടമായിപ്പോയി കേട്ടോ. മൂടിയില്ല, മൂടി ഇല്ലേലും അത് ഒന്നും ചെയ്യാൻ പാടില്ല അവര്. കാരണം ഒരിക്കലും അത് അതിൻ്റെ പേര് തന്നെ അങ്ങനല്ല, ഒരിക്കലും പറ്റാത്ത ഓലി കാണിച്ചു വെച്ച ഒരുപാട്. ഇവിടെ വെള്ളത്തിനൊന്നും ഒരു അവിടെയാണ് വേനൽക്കാലത്ത് ഞങ്ങൾ കുളിക്കാൻ വരുന്നത്. ഇതിനകത്തൊക്കെ ആൾക്കാരുണ്ടല്ലോ. ഇത് മൊത്തം മുള്ളുവരിയൊക്കെ ഇട്ട് ഒരിക്കലും അടച്ചു പൂട്ടിയേക്കുവാങ്ങാനും. അത് തന്നെ ഓസ് കുത്തി വിടാനൊക്കെ വരുന്നതാണ്. ആ അതെ, എത്ര ഓസാ പോകുന്നെന്ന് നോക്കി. ഇവിടെ അല്ല, അപ്പുറത്താ. അപ്പുറത്ത് പറഞ്ഞു കുറേശ്ശെ നടക്കണമെന്നേ ഉള്ളൂ ഇതെല്ലാം. വീട് പോലും വിച്ഛിന്നമായ സ്ഥലമായിരുന്നു. എന്ത് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു കുറേ പേരൊക്കെ താഴോട്ട് അന്നും. അതുകൊണ്ട് വെള്ളം കിടക്കുന്നതൊക്കെ നല്ല കുടിവെള്ളം. അതാ അവലി കുളിക്കുന്ന അവലി. വെള്ളമില്ലാത്ത പുറത്തുനിന്ന് കുളിക്കുന്നത്. ഇതാണ് ചേട്ടൻ സാമ്പാമ്മ പറയുന്നത്. സാമ്പാമ്മ നടന്നിട്ടില്ല, ഇരുന്നിട്ടില്ല, കഷ്ടപ്പെട്ടിട്ടില്ല. അതൊന്നുമില്ലല്ലോ. ഇവിടെ വന്നിട്ടാണ് പോകുന്ന ഓർക്കണം. ഇതുണ്ടോ? ഇത് പക്ഷേ ഇല്ലായിരുന്നല്ലോ. പണ്ട് ഞാൻ ഇവിടെ ഒരു ചേരെ കണ്ടിട്ട് ഓടിയിട്ടുണ്ട്. നമുക്കൊന്നും ഇതാണുള്ള പരിപാടി. 8 മണിക്ക് വരാനല്ലോ പറഞ്ഞത്. ഈ മേളി വരുമായിരിക്കും, എനിക്കറിയത്തില്ല. ആണോ? അല്ല, അത് ഈ റോഡ് സൈഡിലൊക്കെ കാണുന്നൊരു പിന്നെ ഇതിനകത്ത് ആളെ കയറ്റത്തില്ല. അതുകൊണ്ട് പുല്ല് നിൽക്കുന്നത്. മറ്റേ നമ്മുടെ പാലുകാരൊക്കെ കാണും.
അത് ഞങ്ങൾ ഇവിടുന്ന് വിറ്റ് പോരാൻ സമയത്താണ് ഇവിടെ ഈ വീടുകൾ വന്നത്. ആണോ? ഈ വീട് വന്നൊക്കെ ഓർക്കുന്നുണ്ട്. മറ്റൊരു കൂട്ടുകാരനൊക്കെ സമയത്ത് ഇവിടെ സ്ഥലം ഏതാ പറമ്പിതോ ഈ കയ്യാല കയ്യേറെ തൊട്ടോ ഇത് പെട്ടെന്നായ മരമാണ്. ഇദ്ദേഹത്തോട് എങ്ങനെ നടന്ന് വിട്ടു? ഇത് കുഞ്ഞൊന്നുമല്ല. അയ്യോ, ഇതിനകത്ത് മൊത്തം കാടാണല്ലോ. ആഞ്ഞിലി അത് മാഞ്ചിയോ പ്ലാവൊക്കെ നിൽപ്പുണ്ടല്ലോ. ഇതൊക്കെ എപ്പം വന്നു? അറിയത്തില്ല. നേരത്തെ വല്ല പറഞ്ഞായിരിക്കും. ഇതിൽ ഇറങ്ങുന്ന ഏരിയ. ആ, ഇവിടെ കണ്ട അതിൽ ഇവിടം വരെ കണ്ടോളെ. ആ, ഇത് ആ തൈ ഇതിനല്ലേ പിന്നെ മാറിക്കിടുന്നത്. ഇവിടെ ഒന്നും ഇല്ലെന്നേ. അവിടം വരെ ഉള്ളൂ. ആ വാഴ നിൽക്കുന്നതിൻ്റെ അവിടം വരെ. അതിലൊന്നുമില്ല. ഇത് പള്ളിയുടെ പഴമല്ലേ? ഇത് പള്ളിയില്ലായിരുന്നു നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടേ. ആ പള്ളിയുടെ സ്ഥലം. ഇതിലേ ഇറങ്ങി നീ. ഞാൻ പറയുന്നത് കേൾക്ക്. വഴിയൊക്കെ ഉണ്ട് പറയാ കണ്ടോ. ആർക്ക്? ആ, ഇതിവിടെ റംബൂട്ടാനുള്ള കൃഷി. നമ്മുടെ അവിടെ വരാനിരിക്കുന്നത് ഇതുപോലത്തെ. പക്ഷെ ഇത്ര അകലം വേണോ? ഇച്ചിരി അടുപ്പിച്ച് വെക്കാത്തില്ലേ? പുള്ളി ഇവിടെ ഇപ്പം വരുമോ? എന്നാ വായും പൊളിച്ച് നിൽക്കുക. കയറുന്ന കയറല്ലേ, ഇറങ്ങിപ്പോവും. ആരാ? അല്ല, ഞങ്ങൾ ഇവിടെ മാർക്കറ്റാണോ? ആ, മാർക്കിടാൻ വേണ്ടി ഒരു ചേട്ടൻ വരുമെന്ന് പറഞ്ഞാൽ. ആ, വള്ളയാ മൊത്തം. വെട്ടണം. ഇവിടെ വന്നപ്പോഴല്ലേ ഉണ്ടായി. ആ ആ, ഇന്നലെ പോയി. ഞങ്ങൾ വീട്ടിൽ പോയിട്ട് വന്നാ. ഇവിടെ ഇത് വാടകയ്ക്ക് കൊടുത്തേക്കുവാ. ഓർമ്മയില്ലായിരുന്നു. മറന്നു. എത്ര നാളായി.
അതിൽ മേലായി. മുതുവര ഉണ്ടോ? മുതുവര ആ എത്ര നേരം 8 മണിയായി വന്നു. 15 മിനിറ്റ് ഇതിലിറങ്ങാം. ഇതിലിറങ്ങാം. നാട് പിടിച്ചു കിടക്കുക. ആ ആ അങ്ങനെ പിടിക്കണം. ഇവിടെ പിടിക്കണമെന്ന് എന്നിട്ട് ആ ചോക്കിന് 1 നമ്പർ ഇട്ടു. നമ്മൾ വരയ്ക്കുന്നു. എവിടെയെങ്കിലും ഈ ഒരു സൈഡിലിട്ടു. എണ്ണം വേണമല്ലോ ചില്ലും ചേട്ടേക്കുന്നത്. നോക്കിയാണല്ലോ. പേരും അറിയത്തില്ല. അരുണല്ലേ ചേട്ടൻ്റെ പേരോ? ചേട്ടനാണോ അത്? അതോ എങ്ങനെ? ആ PWD അല്ല ഈ അഖില്. അച്ഛനെ അമ്മ അറിയാം, പിള്ളേരെ അറിയാം. പേരും ഒന്നും അറിയത്തില്ല. ഇവിടെ അന്നേരം ആരാ താമസിക്കും? ഇവിടെ വാടകയ്ക്ക് കൊടുത്തല്ല. മഞ്ഞച്ചോക്കായിരുന്നു വേണ്ട, അതാണ് തെളിഞ്ഞ് കാണാറുണ്ട്. എത്ര വണ്ണത്തിന് മുകളിലോട്ടാ ചെയ്തു? ഒരു 18 തൊട്ട്. ഇതെന്താ രണ്ടാണോ 1.5? ഒന്നേ ഉള്ളൂ. അങ്ങ് താഴെ വരെ ഇല്ല ഇല്ലേ? കുറച്ച് മേളി വരെ. ശരി. മറ്റേത് ഇതിനെക്കാളും കാലത്തായിട്ട് മറ്റേതിന് ഇത്രയും വിട്ട് വരുന്നുണ്ടെ ആ ഒപ്പം ഇത് പിന്നെ വിളിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് വന്നോണ്ട് നാലാക്കുക. നമ്മൾ നേരെ പകുതിയല്ലേ, അവർ ഒന്നുകൂടെ നേരെ തിരിച്ചു.
കുറച്ച് ഇങ്ങനെ ഒരു ചാണകം ചെയ്തിട്ട് ചെറിയ മരങ്ങളിൽ ഒന്നും കാണത്തില്ല. അത് നമ്മുടെ ഇവിടെ അല്ലേ ചൈനക്കാരെ പോലെ കണ്ടിട്ട് ആൾക്കാർ. അപ്പോൾ അവർ പക്ഷേ 4 പ്രാവശ്യം അതെ, വലിയ മരമാണെങ്കിൽ കുഴപ്പമില്ല. വലിയ മരമാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെയും റബ്ബർ ഒരിക്കലൊന്നും നടപ്പിലാക്കില്ല. അങ്ങനെ അങ്ങനെ ഇവിടെ ആ വാഴക്കുട്ടുണ്ട് നമ്മുടെ ആ മാത്തുക്കുട്ടി എന്ന് പറഞ്ഞു. അവിടെ ഈ പറഞ്ഞ പോലെ അത് വിജയിക്കത്തില്ല. എത്രയാണ് ചേട്ടാ വരച്ചില്ല? 13 അല്ലേ? 14. ഇപ്പൊ ലൈവ് വിട്ടുകൊണ്ടിരിക്കുവാണ്. അല്ലല്ല, യൂട്യൂബിൽ കിട്ടുമോ? ഇതുണ്ടല്ലോ എത്ര തൈയാണ് വയസ്സായി പോയത്. ഒത്തിരി ചെറുതായി, ചിലത് തീരെ ചെറുതും ചിലത് 4 വർഷം നല്ലപോലെ നോക്കണം. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു ഏക്കറിൽ മാക്സിമം 200-210 തൈയൊക്കെ. അതിനകത്ത് ഈ കഴിഞ്ഞിടയ്ക്ക് അക്കരെ ഒരു തോട്ടം ഞാൻ പറയും, ഒരേക്കറേ ഉള്ളൂ. അതിനകത്ത് 170 തൈ കിട്ടും. അങ്ങനെ ഒരിടത്തും ഇതുവരെ കിട്ടില്ല. 170 വേണം കിട്ടുകയല്ലേ? മാക്സിമം 150 ആണ്. ഇതിപ്പോൾ ഒരു 100 ഉണ്ടോ? എനിക്ക് തോന്നുന്നത് 100 കൂടുതൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറേ തീരെ ചെറുതായിപ്പോയി. 105 നോക്കാനും ഇച്ചിരി പാടാ. ചീക്കെടുത്ത് ഉള്ള മരം നല്ല ആരോഗ്യം. നല്ല മരമായിരിക്കും. വർഷം ഇലയും ഉണ്ട്. 50 ആയോ? അതിലായിരിക്കും 45. ചെറിയ പകുതിയായിരിക്കും. ഏകദേശം. അതെ, ഇപ്പൊ ഇടിഞ്ഞു വന്നു ഞാനവിടെ ഇരുന്നപ്പോഴേ കാലയിൽ.
മിക്കടത്ത് കുഴിയുണ്ടല്ലോ, അങ്ങനെ ഇട്ടില്ലേ? തെറ്റിപ്പോയോ? ഈ വെള്ളാറങ്കല്ല അതുകൊണ്ട് അവിടെ വലിയ വെള്ളാറിനെല്ലാന്നറിയില്ല. അവിടെ നിൽക്കുന്ന മരമെല്ലാം ചെറുതായിരുന്നു. ഏത് ആ മരം വളർത്തിയെടുക്കാൻ പാടാ, പക്ഷെ നല്ല ആദായമാണ് വെള്ളാറിന്. അത് ഈ നാടൻ മരമില്ലേ, നാടൻ മരത്തിന് നല്ല പോലെ. ആ പോത്തമല എനിക്കൊരു തോട്ടം ഉണ്ടായിരുന്നു, ഒരു 1.5 ഏക്കർ. അത് കംപ്ലീറ്റ് വെള്ളമായിരുന്നു, പഴയ ശവക്കോട്ട. അത് ഇതുപോലെ റബ്ബറായിരുന്നു അതിൻ്റെ. ഭയങ്കര പാലെന്ന് പറഞ്ഞാൽ ഭയങ്കര പാലം. അത് ഞാൻ മോളുടെ കല്യാണത്തിനായി വീട്ടിൽ രാജിയൊക്കെ ആയിട്ട് എന്തൊക്കെയുണ്ടോ? ഇപ്പം അങ്ങനെയല്ല, ഇപ്പം ഇല്ല. നേരത്തെ എല്ലാം ഭയങ്കര. അതിനാണോ നോക്കുന്നേ? ആണോ? ഉണ്ടോ? തീരാറായിട്ടുണ്ട്. ചേട്ടായിക്ക് അതിൻ്റെ അതിരെവിടാണെന്നൊരു കൺഫ്യൂഷൻ. എന്തായാലും വീട്ടിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ഇപ്പം മനസ്സിലായിട്ടുണ്ട്. താഴെ ആ വലിയ മരം നിൽക്കുന്നതിൻ്റെ മേളിലത്തെ കയ്യാലക്കെട്ട് തൊട്ട് അവിടാണ് അതിര്. ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, അതുകൊണ്ട് അറിയത്തില്ല. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇതുവരെ പണ്ട് മേളത്തെ റോഡിൽ കൂടെ സ്കൂളിൽ പോയിട്ടുണ്ട്, അങ്ങനെ ഇത് കണ്ടിട്ടുള്ള. അല്ലാതെ അത് കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിഞ്ഞിങ്ങോട്ടൊന്നും ഞാൻ വന്നിട്ടില്ല. എന്തായാലും സംഭവം തീരാറായി. അവിടെ തന്നെ എന്നാ സംഭവം? ഒരഞ്ഞു പോയേക്കുന്നല്ലേ? ഈ പന്നിയൊക്കെ കയറി ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് മണ്ണ് അതൊക്കെ ഈ ചുവനെ വരത്തുള്ളൂ. അത് ശരിയാ. അതിന് സംഭവം ഇവിടെ 2-3 മരത്തിനുണ്ട്. ഇത്രയും പൊക്കത്തിലാണ് ഇതുണ്ട്. കാത്തുപോത്തൊന്നും വരികയല്ലോ അങ്ങനെ കേട്ടിട്ടില്ല. ഇപ്പം എല്ലായിടത്തും പുലിയും പോത്തൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് പറയാൻ പറ്റില്ല. ഞങ്ങളുടെ അവിടെ കുരങ്ങ മയില് ഇതെല്ലാം മേളോ കുരങ്ങൊക്കെ വന്നുണ്ടല്ലേ? കുരങ്ങ 1-2 പ്രാവശ്യം കണ്ടു. മയിലിന് ഒരു പ്രാവശ്യം. ഒരു ദിവസം വന്നേച്ചാൽ ഈ പ്രകാശിയുടെ ആ സന്തോഷിൻ്റെ കെട്ടിടമില്ല, അതിൻ്റെ മണ്ടയ്ക്ക് വന്നേച്ചു ഒരു ദിവസം കഴിഞ്ഞു. നേരം വെളുക്കുന്നവരായിരുന്നു. മയിലിനാരുടെ അമ്മ അവിടെ വരുമായിരുന്നു. മുള്ളമ്പന്നിയാണോ? പുതിയതായിട്ടുണ്ടാക്കിയ പോലെ ഉണ്ടല്ലോ അല്ലേ? അതെ. നാടൻ മരം ഉണ്ട്, അത് വലുതായോ എന്ന് ചോദിച്ചു. നാടൻ മരം ഉണ്ട്. അതാണോ? അതോ? ആ അവിടം വരെയാ. ആ പഞ്ഞിയുടെ താഴത്തെ തൊട്ടി വരെയെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഈ വലിയ കെട്ടെന്നാ പറഞ്ഞത്. ഒരു വലിയ കെട്ടുണ്ട്, ആ കെട്ടാന്നാ പറഞ്ഞത്. എനിക്കിത് അറിയാവേ, ഈ ഇങ്ങനെ തലയിൽ കുനിച്ചേച്ച് പൊങ്ങുന്നുണ്ട്, അന്നേരം ഒരു കിറുക്കം വരും. എനിക്കും കുറവാ അന്നേരം. ഇപ്പൊ നാരങ്ങകളൊക്കെ ഉപ്പിട്ട് കുടിക്കുമ്പോൾ അത് അന്നേരം പോകും, അന്നേരം മാറും. 2 പ്രാവശ്യം താഴെ പോയിട്ടുണ്ട്. ഞാൻ പിന്നെ രാജിക്ക് അതിപ്പോൾ 5-6 വർഷമായി. രാജിയുടെ ഇതുപോലെ ലൈൻ അടിക്കാൻ JCB കൊണ്ട് പോയിട്ട് പ്ലാറ്റ്ഫോം വെട്ടിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞിട്ട് എനിക്കൊരു പരിവക്കേട്ടുണ്ട്, നല്ല വെയിലും അല്ലേ, അപ്പോൾ കഞ്ഞോളമൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ചിലപ്പോൾ താഴെ പോകും, ശ്രദ്ധിച്ചോണമെന്ന്. ഈ പറഞ്ഞ പോലെ എന്താ താഴെ പോകും. അവരത് കണ്ടുകൊണ്ട് പെട്ടെന്ന് വന്നിട്ട് കഞ്ഞോളം എടുത്ത് പിടിപ്പിച്ചു. അന്നേരം മാറുകയും ചെയ്യും.
ഇരുപത് ഇത്ര ഒരേക്കറായതുകൊണ്ടല്ല, അല്ലേ ഒരു 4 കുപ്പിക്കകത്ത് ഞാൻ കഞ്ഞിവെള്ളം കൊണ്ടു. ഉണ്ടെങ്കിൽ അറിയാൻ നേരം ഉപ്പിട്ട് കഞ്ഞിവെള്ളം കുടിച്ചാൽ മതി അല്ലേ? ഇതുപോലെ ഒരു ദിവസം വെട്ടാനായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ യുവനാഥൻ്റെ അവിടെ തന്നെ വന്നെന്ന് എനിക്ക് തളരും. അതിൻ്റെ തൊട്ടപ്പുറത്തെ ഒരു വീടില്ലേ, ഒരു ഏതാണ്ട് മാവോ ചാമ്പയോ ഏതാണ്ട് ഒരു പഴയ വീട്. ഞാൻ അവിടെ കയറി ആ മരത്തെ ചാരി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് നല്ലപോലെ പരുവത്തിന് എനിക്ക് തല കറങ്ങി. അങ്ങനെ ഇരുന്ന് ഉറങ്ങുന്ന പോലെ അങ്ങ് ആയിപ്പോൾ. അന്നേരത്തെ നമ്മുടെ അപ്പാപ്പി കണ്ട് രാവിലെ നടക്കാൻ വന്നു. അന്നേരം എന്നെ തോണ്ടി വിളിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു. പിന്നെ അവൻ ചെന്ന് വെച്ചാൽ തൊട്ടപ്പുറത്തെ പോക്കറിൻ്റെ കാറും എടുത്തുകൊണ്ടെന്ന് അതൊക്കെ വീട്ടിൽ. ഇപ്പോഴും വെട്ടാൻ പോകുന്നുണ്ടോ? ഇല്ല, ഇല്ലല്ലേ? 6-7 വർഷമായി. വൈകിട്ടെല്ലാം മരം ഇതൊക്കെ മുറിക്കുന്നതായിരുന്നു. ഇതുപോലെ ഒരു കൊല്ലം വെട്ടാതെ വരുന്നു. പിന്നെ കൂലിക്ക് വെട്ടാനൊന്നും ആരും നടത്തുന്നു. അത് പിന്നെ പിള്ളേരൊക്കെ ജോലിയുണ്ട്. അങ്ങനെ വലിയ ജോലിയൊന്നുമല്ല. മൂത്തവർ ഈ പ്രൈവറ്റ് കേസായിട്ട് റിസോർട്ടിൻ്റെ മാനേജറായിട്ട്. മൂത്തയാള് 10-20 വർഷമായിട്ട്. പിന്നെ ഇളയവൻ ഇവിടെ പച്ചക്കറി കച്ചവടം നടക്കും. അതാ അമ്മ പറഞ്ഞേ. ഇളയവൻ 2 ആൺപിള്ളേര്. 2 ആൺപിള്ളേർ, പിന്നെ ഒരു മോളുണ്ട്. ഒരു മോൾ ഇവിടെയാണ് താമസിക്കുന്നത്. ഈ 57 തന്നെ. ആണോ? എൻ്റെ മോളെ പേരെന്നാ? അമ്പിളി. ഈ വയറിങ്ങിനാണ് പിള്ളേരെ കെട്ടിയോ, ഈ വയറിങ് കമ്പനി ഇങ്ങനെയുള്ള കേസ്. ആണോ? ശശിന്ന്. ആശ്രമത്തിനടുത്ത് ആശ്രമത്തിന്റെ മണ്ടലാണോ? മോളത്തെ വളവില്ലേ? മേളത്തെ ആ വളവ്. ആ വളവിന് ചേട്ടനും അനിയൻ്റെ 2 വീട്. റോഡ് സൈഡ് തന്നെ ചേട്ടൻ്റെ വീട്. ആണോ? ഒരു മാരുതിക്കാർ ഒരു വെള്ളം ഒരു പ്ലാപ്പള്ളിയായിരുന്നു. അവൻ ഇറങ്ങി അങ്ങോട്ട് വന്നല്ലേ? ഇത് മാർക്കറ്റ് അന്നേരം ഇത് തുടങ്ങുന്ന എപ്പോഴാണ്? അങ്ങനെ അന്നേരം മഴയൊക്കെ കഴിഞ്ഞിട്ട്. മഴയൊക്കെ പെയ്ത് തണുത്തേച്ച് തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഈ വർഷം എന്ന് പറഞ്ഞാൽ കുറച്ച് വിട്ട് നോക്കിക്കൊണ്ടാണ്. പ്ലാസ്റ്റിക് ഇടാതെ അല്ല പിന്നെ വെട്ട് കിട്ടുന്ന പ്ലാസ്റ്റിക്. ഇപ്പോൾ അത് ഒരു 2 വെള്ളം വെട്ടി അങ്ങിട്ടേക്കുവാണെങ്കിൽ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത മഴയെല്ലാം കഴിഞ്ഞ് തെളിക്കുകയാണെങ്കിൽ പട്ടയ്ക്ക് മൂക്ക് കിട്ടും, ആദായവും കിട്ടും. ഇപ്പോൾ വെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും കിട്ടത്തില്ല. ഈ വലിയ കെട്ടെന്ന് പറഞ്ഞാൽ ഇതാ വലിയ കെട്ട്. പഞ്ഞിയുടെ താഴത്തെ തൊട്ടി ഇവിടുത്തെയാന്ന് പറഞ്ഞു. ഇതേ പഞ്ഞിയല്ലേ അത്? താഴെ വരെയാന്ന് പറഞ്ഞേ. അവിടെ കണ്ടല്ലേ ഏട്ടാ കോലി ഇവിടുത്തെ? അല്ലേ? പിന്നെ അല്ല ഓസിട്ടേക്കുന്നേ? അല്ലെന്ന് വീട്ടിലോട്ട് ഓസിട്ടേക്കുന്ന ഏത് ഓലിയാന്ന് ഞാൻ ചോദിച്ചത്. താഴെയാണോ? ഇതിനകത്തൊന്നും ഓസ് ഇടുമായിരുന്നു. മുകളിലൊരു അവിടുന്ന് അങ്ങോട്ടൊക്കെ അമ്പലത്തിൻ്റെ ഭാഗത്തോട്ടൊക്കെ വെച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതൊരിക്കലും പറ്റത്തില്ല. അപ്പുറത്തെ പറമ്പ് ആറേടാ? അത് ആണോ? അപ്പോൾ ഇതും പള്ളിയുടെ പറമ്പായിരുന്നോ നേരത്തെ? അപ്പുറം മഠം, ഇത് പള്ളി, ഇതിനപ്പുറത്ത് വേറെ സ്ഥലമാണ്. അവരിപ്പം അവർ കോട്ടമുള്ളവരാണ്, കോലപ്പാറക്കാർ. അവരിപ്പോൾ അവിടെ മുകളിലായിട്ട് വീട് വെച്ചവിടെ താമസിക്കുന്നു. ഈ നമ്മുടെ ആ ഉപ്പായിലുള്ള ഭീമൻ അവരുടെയും കണ്ട് ബന്ധുക്കളാണ്. എല്ലാ പരിപാടി പിടിക്കുമായിരുന്നു. എല്ലാ അതുപോലെ വെച്ചാൽ നമ്മുടെ റസാക്ക് മരത്തേണ്ടാവില്ല. അതുകൂടെ ഞാൻ പരിപാടി. അല്ല അന്നൊക്കെ മരത്തെ കയറി അല്ലല്ലോ അടിക്കുന്നത്. പിന്നെ മരത്തെ മുനിയപ്പനൊക്കെയാണ് കയറുന്നത്. അതൊക്കെ തുണിക്കത്ത് കയറി. വലിയ മരമാകുമ്പോൾ അന്ന് ഭയങ്കര മരമാണ്. ഈ എന്നാൽ ക്രോണിൽ മലയഞ്ചാവ എന്ന് പറഞ്ഞൊരു മരമാണ് ഈ ഏരിയ മൊത്തം. അന്ന് പൊങ്ങി പോയേക്കും. ഒരു
2 കൊല്ലമായിട്ട് ഈ സോപ്പ് വന്നതിന് ഒരു കച്ചവടം. ഏത് കൊറോണ അല്ല, കൊറോണ കഴിഞ്ഞല്ലോ. ദുരന്തം ആ ദുരന്തം വന്ന പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ കൂട്ടിക്ക പഞ്ചായത്ത് ഇങ്ങോട്ട് ആർക്കും വേണ്ട. എന്നാലും വീടുകളും എല്ലാം കൂടുന്നുണ്ടല്ലോ ഒത്തിരി. വീടുകളൊക്കെ ഇഷ്ടം പോലെ കൂടുന്നേ ഒത്തിരി വരുന്നു ഉണ്ട്. അതല്ലാതെ നമ്മുടെ ഒരു ഏക്കർ 2 ഏക്കർ അങ്ങനില്ല. വീടുകൾ തന്നെ ഈയിടയ്ക്കാണെങ്കിൽ മാവേലി എന്ന് പറഞ്ഞാൽ അറിയത്തില്ല, ഒരു മഞ്ചേരില്ല. അപ്പോൾ അവരുടെ ആ കെട്ടിടമെല്ലാം അവർ വിട്ടേക്ക് ഇങ്ങോട്ട് വരാനാണ്. ഇപ്പോൾ 1 മാസം മുമ്പേ എന്നോട് പറഞ്ഞു അവിടെ നോക്കണം. അതാണ് ഇതിന് നടന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അവർക്ക് ഇങ്ങോട്ട് വേണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ കൂട്ടിക്ക് അവരിവിടുന്ന് പോയാൽ ഇവിടെ വേണ്ട. ഇപ്പം ആ ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ അല്ലേ ും വില കുറച്ച് കിട്ടുവാണ്. അവിടെ വില കുറവാണ് ഇവിടുത്തെക്കാളും. ഇവിടെ ഇങ്ങനെ ഒരു വില ആക്കി വെച്ചിട്ടില്ല നേരത്തെ. ഇവിടെ എന്നാന്നറിയാം, എല്ലാ മത്സരവും ഉള്ളതുകൊണ്ട് അങ്ങനെ വലിയ ആലമ്പില്ലായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേകത. ശരിയാ. ഈ ആരെങ്കിലും അലമ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ വെളിയിൽ നിന്ന് വരുന്നവർ അതിവിടെ ഉള്ളവർ പിള്ളേർ കണ്ടു കഴിഞ്ഞാൽ സമ്മതിക്കും. അങ്ങനെ ഒരു കൂട്ടായ്മ ഇവിടെ ഉള്ളതുകൊണ്ടായി അമ്പയാമത്സരം പ്രത്യേക. അതാ കയ്യേല. ഓ ഇതിലെ കൂടെ ഇറങ്ങാൻ പോയി പാടല്ലേ ചേട്ടാ, നമുക്ക് വന്ന വഴി പോയാലോ? ഓ നിങ്ങളെങ്ങനെ വന്നേ? ഈ മേളിൽ കൂടെ നടന്നു പോയി വയല പോവും. ഇനിയിപ്പോൾ അങ്ങോട്ട് കയറണമെങ്കിൽ ഇതിൽ എന്നാലും കൂടെ പോയാൽ ഞാൻ അവിടെ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ മോളിൽ കൂടെ പോയി കഴിഞ്ഞാൽ വെയിലാണ്. വേണ്ട. അതിന് വലിയ കയറുന്നതാണ് ഈ മരത്തെ കൂടെ. ഇനി അതാണോ എന്ന് സംശയമുണ്ട് കേട്ടോ. അത് മരത്തെ കയറും. എന്നാ സാധനം? കുടുംബത്തിന് എന്ന് പറയുന്നത് കുഴി കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. വേറെ സാധനം ഇല്ലല്ലോ. ഇനിയിപ്പോൾ ഒരു ട്രെൻഡ് എന്നൊക്കെ പറയുന്ന പുലിയാണ് എല്ലായിടത്തും. അന്നേരം ഒന്നും ആൾക്കാർ അറിയത്തില്ല. കിട്ടുന്നുണ്ടല്ലോ ഈ കൂട് വെച്ച് കൂടിനകത്ത് കയറുന്നുണ്ട്. അല്ല ഇത് ഈ പുലിയൊക്കെ ഇറങ്ങി കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് ആൾക്കാർ അറിയുന്നത്. പുലി അവിടെ ചിലപ്പോൾ കുറേ കാലമായിട്ടുണ്ടാകും. ഇവർക്ക് സംശയമൊക്കെ കാണത്തുള്ളൂ. ഇപ്പം എന്നാന്നറിയോ, ഈ മൃഗങ്ങളെ കൊല്ലുന്നുണ്ട് ഇത്. അതുകൊണ്ടാണ് പെട്ടെന്ന് അതുകൊണ്ട് അറിയുന്നത്. ഈ ആടിനൊന്നും ഈ തെരുവ് ചുമ്മാ കിടക്കുന്ന പട്ടികളുണ്ടല്ലോ, അതൊക്കെയാണെങ്കിൽ അറിയത്തില്ല, ശ്രദ്ധിക്കുകയല്ലോ. വീട്ടുകാരുടെ മുമ്പ് ഈ ആടിനെയും കന്നുകാലിയും ഒക്കെ കൊല്ലുന്നുണ്ട്. അങ്ങനെ ഇത് അറിയുന്ന അല്ലെ അറിയത്തില്ല. കാണുന്നില്ല. വളരെ കുറവ് ആൾക്കാരുടെ ഉപയോഗം പെടുള്ളൂ. കൂടുതലായിപ്പോയി എല്ലാ കാഴ്ച നടന്നോളാം. ചെറിയ മഴ ഇത്ര ആകുമ്പോഴേ കായ്ക്കുമോ? പിന്നെ ഇതിപ്പോൾ എനിക്ക് വന്ന ഒരു 5-10 വർഷം ആയിട്ടു. ഇതേ ഈ റബ്ബറിനടിയിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ അല്ലാതെ വളർന്ന് കയറേണ്ടത്. ഇത് പോയാൽ പിന്നെ അങ്ങ് പോവുകയും ചെയ്യും. അതെ, നല്ല വണ്ണം പോകും. നിലം തോന്നും. തീർന്നു. തീർന്നു തോന്നുന്നു. തീർന്നു. ഇതുണ്ടല്ലേ? ഇല്ല, 142. തീർന്നില്ലേ? അതെ, കിട്ടും. നമ്മളാ വിട്ട് അതൊക്കെ ഒരു 2 കൊല്ലം കഴിയും. എത്ര വിട്ട് കിട്ടും? എത്ര ഗുണം? 7. ഇത് കൊടുക്കുന്നു.
ആ അത് മടം, അതാണ് കേട്ടോ മടം എന്ന് പറയുന്നത്. വീടാണ്. അതൊക്കെ കുട്ടാൻ്റെ വീട്. ആണോ ആ പോകണത്? മടം ഇല്ല. ആ കൂടൊന്നും എടുത്ത് അല്ല ഇത് ഇപ്പം ആവറേജ് എല്ലാം 20-ന് മുകളിലുള്ള മരം. നമ്മളാ ഇപ്പം ആ 6-7 തന്നെ ഗുണനം ഇട്ടിട്ട് എല്ലാം 20-ന് മുകളിൽ 28 വരെ ഉണ്ടല്ലേ കൂടുതൽ. അവിടെ ചെന്ന് അങ്ങോട്ട് റോഡില്ല അല്ലേ? ഇതിലേ പോവാം. ഇതിലേ നേരെ ഇറങ്ങിയിട്ട് ഇങ്ങനെ തോട്ടിൽ കൂടെ പോവാം. അന്നേരം ആ കോളനി കൂടെ അതിനകത്തൂടെ പോകണ്ടേ? ഇല്ലേ ഇവിടെ ഒത്തിരി വീടില്ലേ? അതിപ്പോൾ നിങ്ങളുടെ ഇതിലെ നേരെ റോഡിലോട്ട് വരണം. അല്ല ഇതിലേ പോയാലും റോഡിലോട്ടാണ് കയറുന്നത്. ഒറ്റ വീടേ ഉള്ളൂ. ഒരു വീട് ആ ഉഡാൻസിൻ്റെ വീടില്ലേ അതിലേ കൂടെ. ഇത് ഇവിടെ അല്ല, അവിടെയാ അത്. അവിടെയല്ലേ? ആ അവരുടെ വീടിൻ്റെ അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ റോഡാ. പിന്നെ അക്ഷയുടെ അവിടെ ചെന്ന് ആ അത് തന്നെ. അല്ലേ? ആ എതിരേലും അങ്ങോട്ട്. ആ നേരെ ചെല്ലുന്ന വീടിനെ കൊണ്ടാണ്. ആണോ? ആ ഈ മട്ടത്തിൽ വരെ ഇറങ്ങിയാൽ മതി. അതിൽ കൂടുതൽ ആയിട്ട് ഇറങ്ങണ്ട. ചട്ടപ്പാറുണ്ട് വയറ്. ആ ഭാഗത്താ. ഇതിലെങ്ങനെ നേരെ അങ്ങ് പോയാൽ മതി. ഈ മട്ടത്തിൽ കൂടെ തന്നെ നോക്കും. അവിടെ ചെല്ലുമ്പോൾ അറിയാം. ചിലപ്പോൾ താഴോട്ടിറങ്ങിയാൽ അതിലേ പോകണം. പിന്നെ അതിൽ വഴിയുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. നേരെ പോയാൽ മതി. ഇതെനിക്കറിയാം. ഈ വീട്ടിലോട്ട് ഇതാണ്. ഞാൻ നോക്കി ആ ടെറസേ പോവാണ് കെട്ടിടത്തിന് ഇങ്ങോട്ട് പോകുന്നത്. ആ ടെറസേ അത് നമുക്ക് അവിടെ ചെന്നിട്ടാണല്ലോ ഇറങ്ങാം. ആ അതാണ് തോന്നുന്നു. അല്ല ഇവിടെ നമ്മൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മേളിലോട്ട് പിന്നെ കയറണം. അവിടെ ചെല്ലുമ്പോൾ ഇത് ആ നിരപ്പിനെ ചെല്ലും. ഒരു മട്ടം അങ്ങനെ താഴോട്ട് ഇറങ്ങിയാൽ മതി ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ. ആ ഇവിടെ നിന്ന് ചക്ക കിടക്കുന്നില്ലേ? അങ്ങോട്ടിറങ്ങിയാൽ മതി. ആ അതെ അതെ അതെ. ഇവിടുന്ന് ചക്ക ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ചക്ക നിൽക്കുന്നു. ഇവിടെ ഒരു മാവ് വെപ്പുണ്ടായിരുന്നു. എല്ലാം വെട്ടിക്കളഞ്ഞതി. ഇവിടെ ഒരു മാവ്, സൂപ്പർ മാവ് വെപ്പുണ്ടായിരുന്നു. ചക്ക ഇഷ്ടംപോലെ നിൽക്കുന്നുണ്ട്. ഇത് വിളഞ്ഞില്ല. ഇത് വിളഞ്ഞേ വരുന്നുള്ളൂ. ഓട്ടറങ്ങി. ധൈര്യമായിട്ട് വരാമല്ലോ. ഇതൊന്ന് വരയ്ക്കുമായിരുന്നു. ആ ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടായിരുന്നല്ലോ ഇന്നലെ. എവിടെ ചെറുതായിട്ട്
നിങ്ങൾ രണ്ടുപേരുടെ മാർക്കിടുന്നത് ചേട്ടനല്ലേ മാർക്കിടുന്നത് അതെ നിങ്ങൾ നോക്കാൻ പോയതാ ഇന്ന് ഞാൻ കാണുന്നത് പിള്ളേർ ആണോ ഞങ്ങൾ എത്ര പ്രാവശ്യം കണ്ടിരിക്കുന്നത് ഞാൻ ഇവരുടെ മകള് മകൻ അതെ ആരാ പറഞ്ഞ വരുന്നത് സന്യാസമായിട്ട് നടക്കുമ്പോഴത്തേക്ക് ശബരിമലയിൽ കൂടെ രണ്ടുപേരും കളവനെ നിങ്ങൾ റെന്റിനാണോ ഇപ്പോഴും വീട് എടുത്തോ കൊച്ചിന്റെ പേരിന് അങ്ങനെ ഒരു പ്രാവശ്യം കൊച്ചല്ലേ ഞങ്ങൾക്ക് ബാക്കി ഇത് നന്നായി അതെ എബിയാണ് ടോണി ആരെന്നാ പേരിനാ ടോണിയാണ് ടോണി അവിടെ താമസിച്ചായിരുന്നു എബി ഞങ്ങൾക്ക് സോണി സോണി ടോണിയും എബി അവിടെ എബി ഉണ്ട് ആ എബി മാറി കണ്ടോ ആ ആ അവിടെ ഇപ്പം മേളത്തെ ആ സ്ഥലത്ത് റബ്ബറിന് മാർക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ റബ്ബറിന് മാർക്ക് ചെയ്യാനേ ആ കുഴപ്പമില്ല ഉണ്ട് ആ ഇറങ്ങിയാൽ വീഴും ആ ആ ആ ആ ആരുടെ കല്യാണം ആ എടുക്ക് നീ എടുക്കണ്ട നിന്നെയാ പറഞ്ഞേൽപ്പിച്ചേക്കുന്നത് പിന്നെ ആ പിന്നല്ല മോന്തെ ഒന്നും പൊറിപ്പിച്ചിട്ട് കാര്യമില്ല നീ തന്നെ എടുക്കും പിന്നല്ല നിന്നെ എനിക്കെടുത്തില്ല ഞാൻ പെണ്ണിന് ഇട്ടുള്ള സ്വർണം സ്വർണ്ണമല്ലത് എന്നാ ഇടപാട് പോയിട്ടാ എവിടെ വരച്ചത് എന്നാ വരയ്ക്കാൻ റബ്ബറോ എവിടെയുള്ള ഇവിടെ ഇതിനകത്തുണ്ടോ മേളില് ആ മോളത്തെ നിങ്ങൾക്ക് ടൗണി വരെ ഇതിലെങ്ങാണ്ട് കയറി അങ്ങോട്ട് ഇറങ്ങാമല്ലോ അതിലിറങ്ങാം ആ അവിടെ മാനുവിൻ്റെ ഇല്ല ആ ഇതിലേ കയറിയല്ലേ അപ്പുറത്തേ അല്ലേ നിങ്ങളുടെ അതിലോട്ട് വരത്തേക്ക് വരിക റബ്ബറിന് മരം മാർക്ക് ചെയ്യുമായിരുന്നു എന്നാ ഇതിലേ പോവാണേ ഇതിലേ കയറോ മൂട്ടലാന്ന് ഞങ്ങളവിടെ ആ റബ്ബറിന് മാർക്ക് ചെയ്യാൻ വേണ്ടി വന്നതാ ആ ആ അല്ല വേറെ ഓ കണ്ടില്ല ഞാൻ കണ്ടില്ല ആ മനസ്സിലായി ആ 2 ദിവസം മുമ്പ് പഠിച്ചാ അല്ല ഞങ്ങള് റബ്ബറിനെ മാർക്ക് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു അതിന് എൻ്റെ ഇതിലെ കൂടെ ഞാൻ വീട്ടിലോട്ട് കയറി പോകാൻ എളുപ്പമുണ്ട് ആ വീട്ടില് മേളില് നേരെ താമസിച്ചോണ്ടിരുന്ന മേളുവശത്ത് അതുണ്ട് അപ്പോൾ അവിടെ റബ്ബർ മാർക്ക് ചെയ്യാറായിരുന്നു അത് ചെയ്തിട്ട് ഇതിലെ കൂടി ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ കയറി വന്ന എവിടെയാ അവധിക്കായിരുന്നു എന്നാ പറ്റിയാ എന്നാ ശരി ഇപ്പൊ കാണിച്ചിട്ടോ നീ ഏതോ
ഇപ്പൊ ചുമ ഉണ്ടായി അത് എനിക്ക് തരും. അല്ല പിന്നെ വീഡിയോ എടുക്കുന്നില്ലാത്തത് കൊണ്ടല്ലേ ചുമക്കാത്ത. അല്ല വീഡിയോ എടുക്കുന്നുണ്ടോ? എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് കൂടെ മേടിച്ചോണ്ട് നീ അല്ലെങ്കിൽ ചുമന് വീഡിയോ എടുക്കണം. നീ ചുമ നേരെ വീഡിയോ എടുക്കുമെന്ന് എനിക്ക് ഇപ്പോഴും സംശയമുള്ളതുകൊണ്ടാണ് ഞാൻ നിരി തരാത്ത വീഡിയോ. ഓക്കെ, എനിക്കറിയാം. നീ വഴക്ക് പറഞ്ഞ സമയത്തല്ല അന്നേരം മനസ്സിലായത്. പിന്നെ അവര് പോയല്ലേ? ഇല്ല, ആ സൈഡിൽ അവിടെ എൻ്റെ ഫോണല്ല അതിനകത്താണ് കണ്ടത്. ഇതിനകത്ത് കിടന്ന് ബെല്ലടിക്കുന്ന കേട്ടായിരുന്നു. തീർന്നു. അതൊന്നും ഉള്ള തോളല്ല. മഴ വരുന്നുണ്ടല്ലോ. നീ ഇല്ലെന്ന് ഓർത്തിരിക്കുമല്ലോ. ഞാൻ വിളിച്ചോ? ഞാനല്ല, പുള്ളിക്കാരുടെ മകള് തന്നെയാണ്. വടി എപ്പോഴും ആവശ്യമില്ല, ഇടയ്ക്ക് അവരെ സൗകര്യം പോലെ പോവാ. മഴ എങ്ങനെ ഉണ്ടായിരുന്നു? എന്നെ ആവശ്യമില്ല, എന്നെ വേണ്ട, ഇറങ്ങിക്കോ വേണ്ട, മറ്റു മൂത്തിരിക്കുക. ഇന്ന് നേരത്തെ വന്നപ്പോ തിങ്കളാഴ്ച ഒന്നും പണിയില്ല, അല്ലെ പണിയില്ല, പണി വെള്ളം മുഴുവൻ രൂപത്ത് കുടിക്കുക. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ ഇറങ്ങാതെ പോകുന്നു, ആ ഫോണെല്ലാം പരിക്കാത്തായി പോയി. പിള്ളേരും ഇല്ലായിരുന്നേ, പിള്ളേർ കൊച്ചവിടെ എൻ്റെ ആങ്ങളെ വന്ന് കൂട്ടിക്കൊണ്ട് പോയി. ഈ അവൻ ഇവിടെ അർമിനാ നിൽക്കുന്നില്ല, വെള്ളവും ഇല്ലെന്ന് പറഞ്ഞേ അവിടെ അങ്ങ് പോയി. ചെറുക്കൻ കൊച്ചു മൂത്തോട് കൂട്ടിക്കൊണ്ട് പോയി. അതല്ലേ മൂത്തോട് വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് വാ വിളിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ എപ്പോഴും എന്ത് കുഴപ്പം ചുമ്മാ നിൽക്കുന്നതെന്ന് ഓർത്തോണ്ടാണേ. മഴയും വന്നു പോയി. മഴ പെയ്തെന്ന് തോന്നുന്നു മുണ്ടക്കത്തൊക്കെ, ഇവിടെ നനഞ്ഞിട്ട് പോലും ഇല്ല. അല്ലേ, ഞാനാണ് വീപ്പം എല്ലാം റെഡിയാക്കി വെച്ചതാ, അതായിരിക്കും വെള്ളമില്ലാത്ത. ഒരു വരവും ഒരു പോക്കുക മഴ. ഇതുണ്ട്, ഇവിടെ നിന്ന് നനഞ്ഞിട്ട് പോലുമില്ല. ഈ പരപ്പുറത്തുനിന്നുണ്ടോ ഒരു തുള്ളി വെള്ളം പോലും ഇറ്റ് വീണില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ മഴ വീട്ടിലുണ്ടോ? ഈ ഇല കാണുന്ന ചെറിയ ഈ തുള്ളികൾ മാത്രമുള്ളേ, ഇവിടെ നിന്ന് അതുപോലുമില്ല.
ആരാ? ജയമ റേഷൻ കടയിൽ പോയി. ശ്യാമളമ്മയുടെ കൂടെ റേഷൻ കടയിൽ പോയല്ലോ. വരും, ഒരുമിച്ച് വരും. മഴ പെയ്തോ? പറ്റിച്ചല്ലേ. വന്നില്ല, വരുന്നുണ്ട്. ഒന്നും മിണ്ടുന്നില്ല. എന്നാ നീ മാത്രം സംസാരിച്ചാൽ മതി വീട്ടിൽ കേട്ടോ. ഇവിടെ വേറെ ആർക്കും വോയിസ് ഇല്ലല്ലോ. എന്നാൽ വാങ്ങിക്കോട്ടെ. അവിടെ വായും പൊളിച്ച് അതിനകത്തിനിക്കുവോ? അമ്മായിപ്പൻ ഇപ്പോൾ അങ്ങോട്ട് പോയതേ ഉള്ളൂ. അടുത്ത ആഴ്ച ഇനി 2 ആഴ്ച കഴിഞ്ഞ് വരത്തുള്ളൂ. ഇത് പിടിക്ക്. ഇപ്പോൾ താഴെ പോവല്ലായിരിക്കും. എൻ്റെ ചെറുക്കൻ എന്ത് കഷ്ടപ്പാട് അനുഭവിക്കുന്നറിയോ? വലയുടെ അവിടെ നിപ്പിട്ടം വരെയാണ് കഷ്ടപ്പാട് അനുഭവിക്കുന്നത്. എൻ്റെ കൊച്ചു ഓടി വരണ്ടാണ്. ഞാൻ ഓർത്ത് എൻ്റെ കൊച്ചെന്നെ ഓടി വരാത്തതെന്ന്. എൻ്റെ ശമ്പുക്കൂട്ടാൻ പേടിപ്പിച്ച് നിർത്തിയോടി നിന്നെ അപ്പച്ചി. ആഹാ, ആ കുഞ്ഞിന്റെ മുടി കണ്ടോ? സുന്ദരിയേ അല്ല, പട്ടിക്കെന്നാണ് പറയാൻ വന്നത്. പിന്നെ മോശം കപ്പ വന്നിട്ട് എത്ര നാളായി?